പരിശോധിക്കുമെന്ന് പറയുന്നത് എംപവേർഡ് കമ്മിറ്റിയാണ്. ഇനി എംപവേർഡ് കമ്മിറ്റിയിൽ ആരാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ തല ഞാനും മാത്രമാണുള്ളത്. ഞാൻ മാത്രമല്ലാതെ വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ ആരെന്നറിയാലോ. അപ്പോൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് പരിശോധിക്കുമെന്ന് പറയുന്നത് എംപവേർഡ് കമ്മിറ്റിയാണ്. ഇനി എംപവേർഡ് കമ്മിറ്റിയിൽ ആരാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ തല ഞാനും മാത്രമാണുള്ളത്. ഞാൻ മാത്രമല്ലാതെ വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ ആരെന്നറിയാലോ. അപ്പോൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് അതിശയപ്പെട്ടു പോയി ഞാൻ. സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് റഹീം ഇങ്ങനെ അശ്ലീലം റഹീം എങ്ങനെയാണ് സെക്കൻഡ് വിത്തിൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന് മുമ്പ് വലിയ രീതിയിൽ പിണറായി വിജയന് വേണ്ടി വാദിക്കുകയും പിണറായി വിജയന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്ത അശ്ലീലം റഹീം എങ്ങനെയാണ് ഒരു സെക്കൻഡ് കൊണ്ട് മാറി പറഞ്ഞത്? സഖാക്കളും വലിയ അത്ഭുതത്തിലാകട്ടോ. ഇപ്പൊ ഇവരുടെ സൈബർ ഇടങ്ങളില് വലിയ ചർച്ചയാ. അതിൽ ചില ചോദ്യങ്ങള് ഈ പറയുന്ന റഹീമിന് എത്ര കിട്ടിയെന്ന. കാരണം റഹീം ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഡൽഹിയിലാണല്ലോ. ഡൽഹിയിൽ നിന്നുള്ള ചില ബന്ധങ്ങൾ കണക്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാലുമാറ്റം എന്നുള്ളതാണ് സഖാക്കള് തന്നെ പറയുന്നത്. സഖാക്കള് തന്നെ പറയാണ് ഇവൻ കോടികൾ വാങ്ങിയെന്നാണ് ചർച്ച സൈബർ ഗ്രൂപ്പുകളില്. അപ്പൊ അവരെന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെ റഹീം ഇങ്ങനെ മാറാൻ കഴിഞ്ഞത് എന്ന്. റഹീം ഇപ്പൊ എന്താ പറയുന്നത് അറിയോ? ഞാൻ ഇനി കേരളത്തിലേക്ക് വരുന്നില്ല, ഞാൻ ഡൽഹിയിൽ തന്നെ നിൽക്കുക, കേരളത്തിലേക്ക് വന്നാൽ ഇന്നോവ എന്റെ വീട്ടിലേക്കും വരും എന്നാണ് റഹീം പറയുന്നത്. അതുകൊണ്ട് ഡൽഹിയിലാകുമ്പോ അവിടെ സേഫാ, അവിടെ പണമുണ്ട്, അവിടെ അധികാരമുണ്ട്, അവിടെ സേഫ്റ്റിയും ഉണ്ട്. അപ്പോ ഇനി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് റഹീമിന്റെ തീരുമാനം. പിന്നെ അദ്ദേഹത്തിന് വിവിധ ഭാഷകളിൽ വലിയ നൈപുണ്യമുള്ളത് കൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും മറാത്തിയും ഗുജറാത്തിയും ബംഗാളിയും ഒക്കെ വലിയ രീതിയിൽ നാവിൽ വഴങ്ങുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഡൽഹിയിൽ തന്നെ പ്ലേസ് ചെയ്യാനും സംഘപരിവാർ BJP തീരുമാനിച്ചു എന്ന വാർത്തകളാണ് വരുന്നത്. അതിനിടയിൽ ഗ്രൂപ്പില് വേറൊരു ചങ്ങായി ചോദിച്ചത്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ തുറന്നു പറച്ചിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിക്കൂടെയെന്ന്. എന്റെ മുഖം എന്റെ തല ഞാൻ മാത്രം. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പ് കാലത്ത് അതാണ് ചോദിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞൂടെ ഇരുന്നോന്ന്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും LDF അല്ലാതെ മറ്റാരുണ്ട്? ഇതായിരുന്നു ഒറ്റ ചോദ്യം. ഒരൊറ്റ സെന്റൻസ് ആ ബോർഡിൽ ഉണ്ടായിട്ടുള്ളൂ. അതും വലിയ കട്ടൗട്ടുകള്. കേരളത്തില് മെസ്സിയുടെയും നെയ്മറിന്റെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനോയുടെയും ഒന്നും അത്ര വലിയ കട്ടൗട്ട് വന്നിട്ടില്ല. അപ്പൊ വലിയ കട്ടൗട്ടുകള്, വലിയ ബോർഡുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, ഹോർഡിങ്സുകൾ. എന്താണ് ഇതില് വാചകം? എന്താ? LDF അല്ലാതെ മറ്റാരുണ്ട്? ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കുമ്പോ ഒറ്റ മുഖം, ഒരു തല, ഒരു മുഖം, ഒരു ഞാൻ മാത്രം എന്നുള്ള രീതിയിൽ പിണറായി വിജയനും. ഇങ്ങനെ ഒരു സെക്കൻഡ് വിത്തിൻ സെക്കൻഡ്, ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു രാവിലെ മുതൽ ഉച്ചയായപ്പോഴേക്കും റഹീമിന്റെ ഈ പറയുന്ന മലക്കം മറിച്ചിട്ട് പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ചിലതൊക്കെ 2-3 ദിവസം പിടിച്ചുള്ള കാലുമാറലുകളാണ്. പക്ഷെ റഹീമിന്റെ കാര്യത്തിൽ ആ ദിവസങ്ങളിലേക്ക് പോയിട്ടില്ല. വിത്തിൻ മിനിറ്റ് ആണ്. ഈ കുറഞ്ഞ സമയം ഏറ്റവും ഇതിപ്പോ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുമെന്നും പറയുന്നുണ്ട് സഖാക്കൾ തന്നെ. ഇതൊക്കെ സഖാക്കളാ പറയുന്നത് കേട്ടോ. ഇവരുടെ സൈബർ ഇടങ്ങളില് ആർക്കെങ്കിലും ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ ഗ്രൂപ്പുകളിലോ എവിടെയെങ്കിലും ഒക്കെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സഖാക്കളാണ് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് ഒറ്റ വിത്തിൻ മണിക്കൂർ, വിത്തിൻ മിനിറ്റ്, മണിക്കൂർ എന്ന് പോലും പറയാൻ പറ്റൂല, എങ്ങനെ റഹീം ഇത് ചെയ്തു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ സഖാവ് ഒരാൾ ചോദിച്ച ആ ചോദ്യമാണ് എനിക്കതിൽ വലിയ ക്യാച്ചിങ് ആയിട്ട് സ്വീകരിക്കുന്നത്. റഹീം മാറിയത് പൈസ കിട്ടിയാ എന്തും ചെയ്യുന്നേ. മനസ്സിലായില്ലേ? പണം കിട്ടിയാൽ എന്തും ചെയ്യാൻ റെഡിയാണ്. അതുപോലെ പണം കിട്ടി ആള് മാറി. ഇപ്പൊ നമുക്കതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. ഇപ്പൊ കാരണം എല്ലാവരും വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ പറയാൻ പറ്റുമോ? ലോകത്ത് തന്നെ ഒരു ധാർമ്മികതയില്ലാത്ത ഒരു വർഗമുണ്ടെങ്കിൽ അതിൽ 1-ാം സ്ഥാനത്ത് ഈ പറയുന്ന സഖാക്കളാ. അപ്പൊ അവരോട് നമ്മൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. എന്താണെങ്കിലും റഹീം കാല് മാറിയിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിണറായി വിജയന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കാലം പിണറായി വിജയന് വേണ്ടി കുഴലൂത്ത് നടത്തിയവരിൽ പ്രധാനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് റഹീം. ആ റഹീമാണ് ഇങ്ങനെ
കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അതാണ് അതിന് എക്സാക്ട്ലി ഏറ്റവും സ്യൂട്ടബിൾ വാക്കതാണ്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും റഹീം കാലുമാറി. സഖാക്കൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. അതിൽ ഞാൻ പറഞ്ഞ ആ ഒരൊറ്റ ചോദ്യം, ഈ തുറന്നു പറച്ചിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ആയിക്കൂടായിരുന്നോ എന്നാണ് ആ ചോദ്യം. അതെന്നെ വല്ലാതെ എനിക്ക് ആ ഒരു ചോദ്യം, സഖാവാണെങ്കിലും ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അല്ലേ. കേരളത്തിലെ പൊതുജനങ്ങളെ പറ്റിക്കാൻ നോക്കി, അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ പറ്റിച്ചാരേന്ന് സഖാക്കളെ പറ്റിച്ചു. നല്ല കറകളഞ്ഞ സഖാക്കളുണ്ട്. അവരെയാണ് പിണറായി വിജയനും ഈ അടിമകളും ചേർന്ന് പറ്റിച്ചത്. പിണറായി വിജയൻ മുന്നിൽ നിന്നു, പിന്നിൽ പിണറായി വിജയനെ ജൈവിളിക്കാൻ ഈ പറയുന്ന റഹീം അടക്കമുള്ള ആളുണ്ടായി. ഇന്ന് റഹീം പക്ഷേ കാലുമാറി. ചെന്ന് കയറിയതോ ചാണകത്തിലാ ചവിട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടുക്കാ പോണത്? തോറ്റ് തുന്നം പറയപ്പോ തോക്കുമെന്ന് ബോധ്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. റഹീമിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അടിമത്തമായിരുന്നു. പിണറായി വിജയന്റെ അടിമയായി ജീവിക്കുകയായിരുന്നു. അവിടെ നിന്ന് തുറന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ, എന്തെങ്കിലും പറഞ്ഞ് ഇന്നോവ വരുന്നേ. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവ വരും. മാത്രമല്ല, ഇവർ നൽകുന്ന ഒരു സന്ദേശം ഉണ്ടല്ലോ, ഭയപ്പെടുത്തി നിർത്തുകയാണ്, അടിമയാക്കുകയാണ് ഭയപ്പെടുത്തിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇന്നോവ വരുന്നത് മാത്രമല്ല, ഇപ്പൊ ഫസലിനെ കൊന്ന കാരായി രാജൻ ഒന്നാം പ്രതി, ഫസൽ വധക്കേസിലെ ഒന്നാം പ്രതി ആ കാരായി രാജൻ. ആ കാരായി രാജനെ ഇവരുടെ കോട്ടയായ തലശ്ശേരി, സിറ്റിംഗ് സീറ്റായ തലശ്ശേരിയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് എവിടെ കൊണ്ടുപോയി നിർത്തുകയും നിയമസഭയില്. അപ്പൊ എന്താ അതുകൊണ്ട് നൽകുന്ന സന്ദേശം? ഞങ്ങളെ വെല്ലുവിളിക്കാൻ നിന്ന തട്ടുന്നത് ആരാണോ കൊലയാളി, യഥാർത്ഥ കൊലയാളി ആരാണോ അയാളെ ഞങ്ങൾ സംരക്ഷിച്ച് വലിയ കസേര നൽകും. അപ്പൊ റഹീം പറയോ? റഹീം ഭയപ്പെട്ട് പറയോ? ഇപ്പൊ പറഞ്ഞത്, അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ പറഞ്ഞത് ഒന്ന്, അധികാരമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാരം ഉണ്ടായിരുന്നു, അപ്പൊ പറയാൻ പറ്റൂല. ഇപ്പൊ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റഹീം ഡൽഹിയിൽ സ്ഥിരതാമസമാക്കാൻ പോവുക. അവിടെ ഇവരെ കളി നടക്കൂല, അത് റഹീമിന് നന്നായിട്ട് അറിയാം. അവിടെ മോദിയുടെ കളിയേ നടക്കുള്ളൂ. അതുകൊണ്ട് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ പിന്നെ ഇന്നോവ പേടിക്കേണ്ട, കാരായി രാജന്മാരെ പേടിക്കേണ്ട, ആരെയും പേടിക്കേണ്ട. ആ ഒരു ധൈര്യത്തിൽ റഹീം പറഞ്ഞു. രണ്ടാമത്തെ അതിൽ പ്രധാനപ്പെട്ട ധൈര്യം എന്ന് പറഞ്ഞത് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഈ ഡൽഹിയിൽ ഇനി കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചു മൂപ്പര്. എന്താണെങ്കിലും റഹീമിന്റെ ഈ മാറ്റം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അതോടൊപ്പം ആ ഒരു ചോദ്യവും, തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ അല്ലേ? എന്താ റഹീമിന്റെ വാക്കുകള്? എന്റെ തല, എന്റെ മുഖം, ഞാൻ മാത്രം. യെസ്, ആരാണെന്നറിയാലോ ഞാൻ ആരാണെന്ന്? വളരെ കൃത്യമാണ്. LDF അല്ലാതെ മറ്റാരുണ്ട്? നിങ്ങളൊന്ന് നോക്കൂ അല്ലേ? പക്ഷെ തുറന്ന് പറയാൻ വൈകിപ്പോയതല്ല, റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഭയമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഒരു സംരക്ഷണ കേന്ദ്രവും വേണമായിരുന്നു. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് TP ചന്ദ്രശേഖരന്റെ അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് റഹീമിന് ഉറപ്പാ. അപ്പോ ചെന്ന് കയറാൻ സുരക്ഷിതമായ ഒരു ഇടം, ആ സുരക്ഷിതമായ ഇടം കണ്ടെത്തിയ ശേഷം റഹീം വിളിച്ചു പറഞ്ഞു. റഹീമിന് പല കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെ കിട്ടി? സുരക്ഷിതമായ ഒരു ഇടം കിട്ടി, കസേര കിട്ടി. ഇനിയിപ്പോ റഹീമിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോ ഈ പറയുന്ന രാജ്യസഭാ കാലാവധി തീരാൻ പോവുക. കേരളത്തിൽ നിന്ന് CPM ഒരു MP രാജ്യസഭയിൽ എത്തിക്കാൻ പറ്റൂല. കാരണം എന്താ? 35 ആളുകളെ ഉള്ളൂ. അപ്പോ ഈ പറയുന്ന BJPയുടെ ഭാഗമായാല് പിന്നെ കേരളത്തിൽ നിന്ന് തന്നെ ആവണമെന്നില്ലല്ലോ. എവിടെ നിന്നും, രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് റഹീം നോക്കുമ്പോ തനിക്ക് കസേര നിലനിർത്താന് ഏറ്റവും സേഫസ്റ്റ് വേ അത് സംഘപരിവാരമാണ്. തനിക്ക് സുരക്ഷിതമായ ഇടം അത് സംഘപരിവാരമാണ്. കാരണം BJPയുടെ ഭാഗമായാലും ഇപ്പൊ കേരളത്തിൽ വന്നാലും തന്റെ ദേഹത്ത് ഒരു തരി മണൽ പോലും വീഴില്ല എന്നുള്ളത് റഹീമിന് ഉറപ്പാണ്. കാരണം തൊട്ടാ പിന്നെ പിണറായി വിജയനെയാണ് BJP പിടിക്കുക അല്ലെ? തൊട്ടാ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തി. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പലരും പോയില്ലേ? അൽഫോൺസ് കണ്ണന്താനം ഇവരുടെ MLA ആയിരിക്കുമ്പോഴാ പോയെ, വെട്ടിയോ? ഇനി ഇടുക്കിയിൽ ഒരു ചങ്ങായി പോയില്ലേ, രാജേന്ദ്രൻ, വെട്ടിയോ? അപ്പോ BJPയിലേക്ക് പോയാൽ തൊടൂല, അത് റഹീമിന് ഉറപ്പാ. അപ്പൊ റഹീം തന്റെ സുരക്ഷിതത്വമാണ് ആദ്യം ഉറപ്പ് വരുത്തിയത്. ഒരു സുരക്ഷിതമായ ഒരു ഇടം കണ്ടെത്തിയ ശേഷം
റഹീം ഇത്രയും കാലം ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചത് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.